ഈ ജീവിതം മഴകല്ലയോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സാധാരണ ഡെയിലി വ്ളോഗാണ്. ഞാനിപ്പോൾ ഒരു 1 വീക്കായിട്ട് അപ്ലോഡ്സ് ഒന്നുമില്ല. സോ ഇന്നോട്ടാണ് ന്യൂ അപ്ലോഡ്സൊക്കെ വരുന്നത്. അതായത് ഇന്നോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പറഞ്ഞിരുന്നത്. സോ ഇന്നോട്ട് വീഡിയോസ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യും. ലാസ്റ്റ് 1 വീക്കായിട്ട് ഉണ്ണികൾക്കായാലും എനിക്കായാലും അമ്മയ്ക്കായാലും വീട്ടിലെല്ലാവർക്കും തീരെ വയ്യായിരുന്നു, പനിയും അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഉണ്ണികൾക്ക് വയ്യാന്ന് പറയുമ്പോൾ 3 പേരുണ്ടല്ലോ, മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇവർ 2 പേർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സാധാരണ നമുക്ക് ഇത്രയും ചെറിയ സ്റ്റേജിൽ ഇവർക്ക് വാക്സിനേഷൻ എടുക്കുന്ന സമയത്തുള്ള ആ ഒരു പനിയും കാര്യങ്ങളെ വന്നിട്ടുള്ളൂ. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇവർക്ക് ഈ കോൾഡും കഫും എല്ലാം കൂടി ഒരുമിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഇതായിരുന്നു. അതിന് മെയിൻ റീസൺ ഞാൻ തന്നെയാണ് കേട്ടോ. ഞാൻ തന്നെയാണ് ഈ ഒരു അസുഖം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. സോ ഇന്നായിരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടേ. അപ്പോൾ ആ ഒരു ഡേ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോയപ്പോൾ ഞാൻ ഉള്ളിനെ കൊണ്ട് പോയിരുന്നു. അപ്പോൾ അവന് ഞാൻ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. പിന്നെ കുറേ നാൾ മഴ മാറിയിട്ട് വെയിൽ വന്നൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ വെയിലും കൊണ്ടു ഐസ്ക്രീമും കഴിച്ചു. അങ്ങനെ എനിക്കായപ്പോൾ അവനാണ് പനി തുടങ്ങിയത്. അവന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കാഷ്വാലിറ്റിയിലൊക്കെ കിടക്കേണ്ടി വന്നു കുറച്ച് ടൈമൊക്കെ അവന് സെറ്റ് ആവാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വന്നു, പിറ്റേ ദിവസം തൊട്ടിട്ട് പിന്നെ അമ്മയ്ക്ക് വന്നു, ചേട്ടന് വന്നു, ഉണ്ണികൾക്ക് വന്നു. ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത്. പക്ഷേ എനിക്കിപ്പോഴും ഓക്കെ ആയിട്ടില്ല. ഞാൻ കുളിച്ചു, പക്ഷേ കുളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പനി വരുന്ന പോലെ തോന്നി. സോ ഞാൻ ഇനിയിപ്പോൾ ചേട്ടനോടേക്ക് 2 ദിവസം കഴിഞ്ഞാൽ പോവും. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു പാക്കിംഗ് വീഡിയോ ആയിരിക്കും. കാരണം ഇനി ഒരു 3 days to go, അത്രയേ ഉള്ളൂ ഇനി തിരിച്ച് പോകാനായിട്ട്. ഓൾമോസ്റ്റ് ഞാനൊരു 1 year മുകളിലായി ഞാൻ ഇവിടെ തന്നെ. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഉണ്ണികളായിട്ട് ഞാൻ August 22 തിരിച്ച് പോകുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. എനിക്ക് ഏതൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഒരു പിടുത്തില്ല. കാരണം എൻ്റെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇവിടെയാണ്. തിരിച്ചതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇന്നോട്ട് ഞാൻ പാക്ക് ചെയ്യാമെന്ന് കരുതുന്നു. കാരണം ഇന്നും നാളെ മാത്രമേ എനിക്ക് പാക്ക് ചെയ്യാൻ കിട്ടുള്ളൂ. പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികൾക്കിപ്പോൾ പനിയൊക്കെ മാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ August 21 ഇവരുടെ 2.5 മാസത്തിൻ്റെ കുത്തിവയ്പ്പ് വരുന്നത്. ഇത്തിരി ഒരു 1 വീക്ക് ഡിലേ വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ വീക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഒരു 1 വീക്ക് ഡിലേ ഉണ്ട്. അപ്പോൾ 21 അവരെ കുത്തിവയ്പ്പുണ്ട്. അതല്ല അവർക്ക് മാറിയിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി അടുത്ത ആഴ്ചയ്ക്ക് ചാടും. അതായത് പിന്നെ 28 ആയിരിക്കും കുത്തിവയ്പ്പ്. അപ്പോൾ ബുധനാഴ്ച എന്തായാലും ഞാൻ കണക്ക് കൂട്ടണില്ല. അപ്പോൾ നമുക്ക് 2 ദിവസമുള്ള പാക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ. സോ ഇന്ന് എല്ലാതും തപ്പിയെടുക്കണം, എന്തൊക്കെയാണ് എവിടെയൊക്കെ ഇരിക്കണം എന്നൊക്കെ നോക്കിയിട്ട് എല്ലാം തപ്പിപ്പറക്കി വെച്ച് നാളെ ഒന്ന് വിശദീകരിച്ച് പാക്ക് ചെയ്യാമെന്ന് കരുതുന്നു. പിന്നെ വെനസ്ഡേ ചിലപ്പോൾ എന്തെങ്കിലും വാങ്ങാനും പിടിക്കാനും അവിടേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി നടക്കേണ്ടി വരും. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മെയിൻലി പാക്കിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചില സമയത്ത് നല്ല മടി കയറും വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ 2-3 ദിവസം വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുക, വീഡിയോസ് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുക, അതേപോലെ മെസ്സേജ് അയച്ച് ചോദിക്കുക എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നത്. എനിക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്, ഭയങ്കര മോട്ടിവേഷനാണ്. അങ്ങനെ കാണുമ്പോൾ ഓക്കെ വീണ്ടും കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടാനായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദി. കാരണം ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും നിൽക്കണോണ്ട് തന്നെ. ഞാൻ പിന്നെ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഫാമിലി കാര്യങ്ങളും അങ്ങനത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണല്ലോ ഞാൻ വീഡിയോസിൽ ചെയ്യണതൊക്കെ. അപ്പോൾ എനിക്ക് തന്നെ ചില സമയത്ത് നല്ല ബോറിംഗ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ മരുന്നുകളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഉണ്ണികൾക്ക് ഇപ്പോൾ ഒരു 83 ദിവസമൊക്കെ ആയെന്ന് തോന്നുന്നു. കണക്കൊക്കെ ആകെ തെറ്റി 83 ആയെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ 2 മരുന്ന് കൂടി കഴിഞ്ഞിട്ടില്ല. സോ ഇന്ന് എന്തെങ്കിലും മരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മളെന്തോ പറയണ്ടായിരുന്നു. പിന്നെ ഒരു കഷായം കൂടി ഉണ്ട്. 2 മരുന്നുള്ളൂ ലാസ്റ്റ്. അപ്പോൾ ലാസ്റ്റത്തത് എനിക്ക് ബോട്ടിലുള്ള കഷായം തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് ഒരെണ്ണം കൂടി ഉണ്ടാവും. അതിപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ പറയുന്നത് ഈ ഒരു വീക്കിൽ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും. പിന്നെ 22 അവിടെ പോയതിന് ശേഷം അവിടെ ഒന്ന് കുറച്ച് നാളെടുക്കുള്ളൂ നമ്മൾ അഡാപ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും ചിലപ്പോൾ ഒരു 10 days ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ പിന്നെ അടുത്ത മന്ത് സ്റ്റാർട്ടിങ് തൊട്ടായിരിക്കും വീഡിയോ ഉണ്ടാവുക. കാരണം അവിടെ നമുക്കൊന്ന്
വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഓൺ വോയിസ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഈ വോയിസ് ഓവറും എഡിറ്റിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല ടൈം വേണം. അപ്പോൾ എനിക്കതവിടെ കിട്ടുമോ എന്നുള്ളത് എനിക്കൊന്ന് അവിടെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതൊക്കെ നോക്കണം. അതൊക്കെ നോക്കിയിട്ട് എന്തായാലും ഈ ഒരു വീക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടേക്ക് പോകേണ്ട വീഡിയോസും അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ പരമാവധി ഓൺ വോയിസ് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കാം. കാരണം വോയിസ് ഓവർ ചെയ്യാൻ എനിക്ക് ഇത്തിരി ടൈം ഉണ്ടാവില്ല എന്തായാലും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടത്തെ ഷൂട്ട് ചെയ്യാം. പിന്നെ ഞാനത് വീണ്ടും കുറച്ച്, അതായത് ഒരു 1 വീക്ക് ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നു. പിന്നെ ചേട്ടൻ എന്തായാലും ഇപ്പോൾ ഈ അടുത്ത മന്ത് ഫസ്റ്റ് തൊട്ടിട്ട് ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചേട്ടനൊക്കെ ജോലിക്ക് പോയാലേ എനിക്ക് കൂടുതൽ ടൈം കിട്ടും, അല്ലെങ്കിൽ പിന്നെ അവരുടെ പിന്നാലെ ഓരോ കാര്യങ്ങളായിരിക്കും നടക്കേണ്ടി വരും. അപ്പോൾ അന്നോട്ടായിരിക്കും ഞാൻ കൂടുതൽ നന്നായിട്ട് ഒന്നും കൂടി ആക്റ്റീവ് ആവാൻ തുടങ്ങുക. ഇപ്പോൾ ഒന്നും ഞാനൊന്ന് ആക്റ്റീവായി വരായിരുന്നു, പിന്നെ പനിയൊക്കെ പിടിച്ചപ്പോൾ ആകെ ഒരു ഡള്ളായിട്ട് ഭയങ്കര മടിയൊക്കെ ആയിട്ടൊന്ന് സ്റ്റെപ്പ് ഡൗൺ ആയി. സോ ഇപ്പോൾ 1 വീക്ക് വീഡിയോസ് ഉണ്ടായിരിക്കും. പിന്നെ നെക്സ്റ്റ് മന്ത് തൊട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ മോർണിംഗ് ഒരു അറൗണ്ട് ഒരു 8 ടൈമായിട്ടുണ്ട്. പല്ല് വെച്ചു, പിന്നെ ഉണ്ണിക്ക് കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചു. 2 ഉണ്ണികൾ ഉറങ്ങുകയാണ്. കാണുക ആ 2 പേരും ഉറക്കമാണ്. ഇനിയിപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കണം തീരെ താല്പര്യമില്ല, ടിഫിൻ കഴിക്കാനൊന്നും. ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, ടിഫിൻ കഴിക്കാൻ താല്പര്യമില്ല. ഞാനൊരു 11:30 സമയമായപ്പോൾ ചോറ് കഴിക്കും, അങ്ങനെയാണ് ഇപ്പോൾ പോണത്. പിന്നെ പാക്കിംഗ് ഉണ്ട്. എനിക്ക് പാക്കിംഗ് ഇഷ്ടമുള്ള സംഭവമാണ്, പക്ഷേ പാക്കിംഗ് വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ചടപ്പ് പോലെ തോന്നാം. കാരണം എല്ലാതും ഒരു സ്ഥലത്തല്ല, എല്ലാതും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ എടുക്കുന്നത്. എനിക്കതൊക്കെ എന്തോ പോലെ തോന്നുക. അതാണ് ഞാൻ ലാസ്റ്റ് മിനിറ്റിനോട് വെക്കാണ്ട് മുന്നേ തന്നെ സെറ്റാക്കി വെക്കാനാണ് എഴുതുന്നത്. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്, പുണ്യ സൈക്കിള് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അതായതുകൊണ്ട് തന്നെ 2 ദിവസമായിട്ട് കൊടുത്താക്കിയാന്ന് കരുതുന്നു. ചേട്ടൻ എന്തായാലും വെനസ്ഡേ വരും. വെനസ്ഡേ അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊടുത്താക്കാം. അതായത് എൻ്റെ ട്രൈപോഡ്, ഉണ്ണിയുടെ സൈക്കിള്, പിന്നെ ഒരു ടെഡീൻ്റെ കുറച്ച് വലുത്, അതൊക്കെ എടുത്ത് കൊടുത്താക്കിയാന്ന് കരുതുന്നു. പിന്നെ മെയിനായിട്ടുള്ള സാധനങ്ങൾ തേഴ്സ്ഡേ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാൻ കരുതുന്നു. പിന്നെ പോകണത് അത്ര വലിയ ചടങ്ങായിട്ടൊന്നുമല്ല പോകണത്, കാരണം സെക്കൻഡ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ തന്നെയായിരിക്കും പോവുക. പക്ഷേ ഞാനിങ്ങനെ 3 ഉണ്ണികളെയും പിടിച്ച് വണ്ടിയിലിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ എൻ്റെ ബ്രദർ തന്നെ ഞങ്ങളെ കൂടെ വരും, കൊണ്ടാക്കി തരാനായിട്ട് കൂടെ വരും എന്ന് കരുതുന്നു. അപ്പം അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ അങ്ങോട്ട് ഇൻട്രോ പറഞ്ഞ് ഇതാക്കണില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് എടുക്കാം. ഉണ്ണിതേ അപ്പോൾ അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നിട്ട് അമ്മേരെ ഫോണിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഓരോ കാർട്ടൂണിൻ്റെ വീഡിയോകളൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നോളും. പിന്നെ ഇതേപോലെ ചിപ്സൊക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് വലിയ ഇഷ്ടമാണ്. ആൾക്ക് പുറത്തുനിന്ന് വാങ്ങണം എന്ത് ഫുഡായാലും ആൾക്ക് ഒരു മടിലാണ്ട് കഴിച്ചോളും. പിന്നെ ഇതേ വീടിൻ്റെ ആ ഒരു കോമ്പൗണ്ട് വാളിൻ്റെ പണിയൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ മുറ്റത്തുണ്ട്. ഉണ്ണികളതേ ഓരോരുത്തരായിട്ട് ഞെളിഞ്ഞും പിരിഞ്ഞൊക്കെ എനിക്ക് വരണുള്ളൂ കേട്ടോ. എല്ലാ വട്ടവും പറഞ്ഞ പോലെ തന്നെ ഞാൻ രാവിലത്തെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ണികളുടെ അടുത്തേക്ക് വരുള്ളൂ. അവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറാൻ പറ്റില്ല. അവരെ ഡൈപ്പർ ചേഞ്ച് ചെയ്തിട്ടും സ്വെറ്ററൊക്കെ മാറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നല്ല ഓണായിരിക്കും, പിന്നെ അവർ ഉറങ്ങില്ല. അപ്പോൾ അവൻ വന്നിട്ട് ആമീനോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്. സ്നേഹമല്ല, അവനറിയില്ല എന്താന്ന് എങ്ങനെയാണെന്നുള്ളതൊന്നും. വാവാന്ന് വിളിച്ചിട്ട് ഉമ്മ കൊടുക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ഞാൻ ശരിയില്ല, പന്തികേടാന്ന് തോന്നിയപ്പോൾ വേഗം തന്നെ വന്ന് പിടിച്ചു മാറ്റിട്ടോ. ദേ പിന്നെ ഉണ്ണി 2ാമത്തെ റൗണ്ടിന് വീണ്ടും റൂമിലേക്ക് എത്തിയിട്ടോ. നേരത്തെ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് അവനെ പുറത്തിട്ട് വാതിലടച്ചിട്ട് ഇവരെ സെറ്റാക്കി റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി കിടന്നിട്ടുള്ളൂ. അപ്പോൾ അതേ അവൻ വീണ്ടും കയ്യിലൊരു പഴം പിടിച്ച് വരുന്നുണ്ട്. സാധാരണ നമ്മൾ അവന് പുഴുങ്ങിയിട്ട് തന്നെയാണ് പഴം കൊടുക്കാറ്. പക്ഷേ കുഞ്ഞിതിലേ തൊട്ടത് കൊടുത്ത് അവനെ അപ്പോൾ അതിനോട് വലിയ താല്പര്യമില്ല.
പച്ചപ്പഴമാണ് ഇപ്പോൾ കൂടുതൽ കഴിക്കുന്നത്. കൂടുതലെന്ന് വെച്ചാൽ ഒരു പഴമൊക്കെ കഴിക്കും വൺ ഡേ. ഇത് ഞാൻ ഷോ കാണിക്കണതല്ല, എൻ്റെ കണ്ണാടൊരു ഒരു അവസ്ഥ കാണിച്ചതാണ്. എനിക്ക് 2 ഗ്ലാസ് ഉണ്ടായിരുന്നു. ഒരെണ്ണം അവൻ ആദ്യം പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്പെയർ ഗ്ലാസ് ആയിരുന്നു ഇത്. ഇതും ദേ ഇപ്പം ഇങ്ങനെയാണ് അവസ്ഥ. മുഖത്ത് വെക്കാൻ അങ്ങനെ താഴത്തേക്ക് നോക്കിയാൽ അപ്പോൾ വീണു പോകും. പിന്നെ എന്തിനാ ഗ്ലാസ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ 1 മിനിറ്റ് എന്നെ ഒറ്റയ്ക്ക് വിടില്ല. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവൻ അതിൽ ഇടപെട്ട് അത് നല്ല അലങ്കോലാക്കി തരും. ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിട്ട് കുറച്ചായതുകൊണ്ട് തന്നെ ഉണ്ണീയുടെ ഡ്രസ്സുകൾ കുഞ്ഞീതിലെ തൊട്ട് എല്ലാതും അവൻ്റെ ഒരു ബാസ്ക്കറ്റിൽ ഞാൻ വെച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുകയാണ്. വലുത് മാത്രം മതിയല്ലോ, ചെറുതുകളൊക്കെ ഇവിടെ വെച്ചിട്ട് പോവാം എന്നൊക്കെ കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റി വെക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ മാറ്റിയതൊക്കെ അവനെടുത്ത് അങ്ങോട്ടിട്ടു ഇങ്ങോട്ടിട്ടു ഫുൾ വലിച്ചെറിയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് പിന്നെ പോവാറായി എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ തൊട്ടിട്ട് എനിക്ക് വല്ലാത്തൊരു ക്ഷീണമാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഭയങ്കര മടി കയറിയ പോലെ. കാരണം തിരിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് പണികളൊക്കെ എടുക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ആലോചിച്ച് എനിക്കിപ്പോഴേ നല്ല മടി കയറി ഞാനൊരു മൂലയ്ക്ക് കിടപ്പാണ്. എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല കേട്ടോ. പാക്കിങ് ഓൾമോസ്റ്റ് ഒക്കെ അമ്മയാണ് കൂടുതൽ ചെയ്തിരുന്നത്. കുറേ ഇങ്ങോട്ട് വലിച്ചിടും, അതിൽ നിന്ന് കുറച്ച് സോർട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. പിന്നെ കൺഫ്യൂഷനാവും, അത് വേണോ ഇത് എടുക്കണോ, ഇനി എങ്ങോട്ട് ചെയ്യണം, ഇനി എന്നാ ഇങ്ങോട്ട് തിരിച്ച് വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തിരിച്ച് വരുമ്പോൾ ഇവിടെ വെച്ചാൽ മതിയോ, അത് കൊണ്ടുപോകണോ, തിരിച്ച് വരുമ്പോൾ കൊണ്ടാൽ മതിയോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിൽ ഫുൾ ഡൗട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുൾ ഞാൻ മൂഡ് ഔട്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണി എന്ന് പറയുന്നത് എന്നെ മൂഡ് ഔട്ട് അടിക്കാൻ പോലും എനിക്കൊരു ഗ്യാപ്പ് തരാത്ത ഒരാളാണ്. ഞാൻ എങ്ങനെയെങ്കിലും ഒരു മണ്ടയ്ക്ക് ആലോചിച്ച് ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും ഒരു ആലോചിച്ചിരിക്കണമെങ്കിൽ അവൻ അപ്പം വന്നിട്ട് എനിക്ക് എന്താ പറയുക അതിൽ ഇൻ്റർഫിയർ ചെയ്തിട്ട് അവനുണ്ടെന്നുള്ള രീതിയിലാണ് എല്ലാത്തിലും. അന്നത്തെ ഡേ പിന്നെ ഞാൻ ഒന്നും എടുത്തില്ല. ഇത് അതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ അതും ഒരു ഈവനിങ് ആയിരിക്കണോ. ഞാൻ അപ്പോഴും എൻ്റെ മൈൻഡൊന്നും ശരിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുളിച്ചിട്ടും ഡ്രസ്സ് മാറിയിട്ടൊന്നുമില്ല. ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറാതെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പോഴും കൺഫ്യൂഷനിലാണ്, ആകെ ഒരു അന്താളിപ്പിലാണ്. പെട്രോമാക്സ് കണ്ട തവളൊരു അവസ്ഥയാണ് എൻ്റെ. സമയം ഏകദേശം ഉച്ച കഴിഞ്ഞിരിക്കണു. അപ്പോൾ അമ്മ പറഞ്ഞു നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞതാണ്, എന്നാലും ഒരു 3 മണി 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു രാവിലെ എടുത്ത് ദോശ ഉണ്ടെന്ന് പറഞ്ഞു. അമ്മ ആ സമയത്ത് ദോശ ഉണ്ടാക്കി തരാണ്. അങ്ങനെ ആ ഒരു ടൈമിൽ ഫുഡൊക്കെ കഴിക്കില്ല, ദോശയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പം അമ്മ ദോശ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് അമ്മേനെ കൊണ്ട് കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കിപ്പിച്ച് കഴിക്കുകയാണ്. അപ്പോഴൊക്കെ ഭയങ്കര നൊസ്റ്റു അടിക്കുക കേട്ടോ. അതൊക്കെ പണ്ടത്തെ പരിപാടികളാണ്. ഇപ്പോൾ ഇവിടേക്ക് വന്നതിന് ശേഷം ഈ ഒരു ടൈമിൽ ദോശ ഉണ്ടാക്കി കഴിക്കലൊക്കെ കുറവാണ്. പിന്നെ എന്തോ ആ ഒരു ദിവസം യാദൃശികമായി ഉണ്ടാക്കിയൊക്കെ കഴിച്ചു. നമ്മൾ ഉച്ചയിരിഞ്ഞ് ഫുഡ് ഈ ദോശയൊക്കെ കഴിക്കുമ്പോൾ ടിഫിൻ കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ 2 എണ്ണമൊക്കെ കഴിച്ച് നിർത്തും. പക്ഷേ ഈവനിങ് ആകുമ്പോൾ ഒരു 4 എണ്ണമൊക്കെ കഴിച്ചെന്ന് വരും. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രാവിലെ കഴിക്കണേക്കാട്ടും കൂടുതൽ ഒരു ഈവനിങ്ങിലൊക്കെ ദോശയ്ക്കായാലും സാമ്പാറൊക്കെയായാലും കഴിച്ചു പോവും. അപ്പോൾ അമ്മേനെ ഞാൻ സൂം ചെയ്ത് നിൽക്കുകയാണ്. അമ്മയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ അമ്മേരെ ഫ്രണ്ട്സ് കാണും വീഡിയോ, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര നാണാണ്. അങ്ങനെ പിന്നെ ഞാനും ഉണ്ണിയും കൂട്ടിയാണ് കഴിക്കണത്. ഹലോ. അപ്പോൾ അതായത് ഞാൻ കരുതി ഈ പാക്കിങ് കുറിച്ച് കാണിക്കണമെന്നില്ലല്ലോ. ഈ പോണ വരെ, അതായത് ഈ ലാസ്റ്റ് 3 ഡേയ്സ് നന്നായി ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. പക്ഷേ എനിക്ക് ഭയങ്കര എന്തോ പോലെ തോന്നാം. അതായത് പോകണമെന്ന് ചോദിച്ചാൽ പോകണം, എന്തായാലും പോകണം. കാരണം എനിക്കറിയാം എൻ്റെ എല്ലാതും അവിടെയാണുള്ളത്. പക്ഷെ പോകണ്ടെന്ന് വെച്ചാൽ എനിക്ക് പോകണ്ട. എനിക്ക് അങ്ങനത്തെ ഒരു മിക്സ്ഡ് ഫീലിങ്സാണ്. അതായത് എനിക്ക് പോകണോണ്ട് നല്ല സന്തോഷമുണ്ട്. അതായത് അവിടേക്ക് ചെല്ലുന്നതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്, ഇവിടുന്ന് പോകണോണ്ട് നല്ല വിഷമമുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ കൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ രാവിലെ അങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിൽ പോലും എനിക്ക് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനപ്പോൾ അങ്ങനത്തെ ഒരു എന്ത് ചെയ്യും, അതായത് ഇങ്ങനെ ചങ്കിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാത്ത പോലെ തോന്നും, ഭയങ്കര ഡ്രൈ ആയ പോലെ തോന്നും, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ ആൻസൈറ്റി ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എന്തൊക്കെയോ ഭയങ്കര വിഷമം തോന്നാം ഇങ്ങനെ പോണ കാര്യം ആലോചിക്കുമ്പോൾ. പക്ഷെ എനിക്കിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങണേൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് നന്നായിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയില്ല എന്ന് കരുതുന്നു. കാരണം ഞാൻ അവിടേക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1 ഇയറിന് മുകളിലായി. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഭയങ്കര പേടിയാവും ഞാൻ അവിടെ പോയിട്ട് എങ്ങനെയാവും ഒന്നും അറിയാത്തതുകൊണ്ട്. പിന്നെ എനിക്ക് അവിടെ ഹെൽപ്പിനൊന്നും അങ്ങനെ ആരുമില്ല. അതായത് നൈറ്റിന് ഹെൽപ്പിനൊന്നും അങ്ങനെ ആരുമില്ല. ചേട്ടന് ഡ്യൂട്ടിക്കൊക്കെ പോകണോണ്ട് തന്നെ അതാണ് എനിക്ക് എൻ്റെ മെയിൻ ഒരു പേടി പോലെ തോന്നുന്നത്. 3 പേരെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ മാനേജ് ചെയ്യുന്നൊക്കെ ആലോചിച്ചിട്ട് അതൊക്കെയാണ് എൻ്റെ പേടിക്കുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ ആദ്യം കരുതി വീഡിയോസ് 3 ഡേയ്സ് ഒരുമിച്ച് കൂടി എടുക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ കരുതി ഇന്നലത്തെ ഞാൻ ഒന്നും എടുത്തില്ല, ജസ്റ്റ് ആ ഒരു ഇൻട്രോ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു.
പിന്നെ എന്തൊക്കെയോ എടുത്തു എന്നുള്ളത്. പക്ഷെ ഞാൻ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഞാൻ കഴിച്ചു. ഇനിയിപ്പോൾ നാളെ അല്ലറ ചില്ലറ ഒന്നും കൂടി അരിച്ച് പറക്കി പാക്ക് ചെയ്യാന്നുള്ളൂ. കാരണം എൻ്റെ ഒരു എന്താ ചെറിയ കാര്യം പോലും ഇവിടെ ഉള്ളത്. ഇപ്പോൾ അവിടെ ഒന്നുമില്ല. ഒരു ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാം ഞാനും അമ്മയും കൂടി 2 ദിവസത്തിനുള്ളിൽ ഇന്നലും ഇന്നായിട്ട് പാക്കിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നുകൂടി ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാം. അത്രയേ ഉള്ളൂ പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നാളെ അതായിരിക്കും. നാളെ എൻ്റെ മെൻ്റൽ സ്റ്റേജ് എങ്ങനെയാവുമെന്ന് എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ വിചാരിക്കുന്നുണ്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോണ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടാവും. ലാസ്റ്റ് ടൈം 90 ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എപ്പോൾ പോവും അങ്ങനെ 90 ആയോ എന്നൊക്കെ നോക്കിയിട്ട്. ഇപ്പോൾ ഉണ്ണികൾക്ക് 90 തന്നെ പോകണത്, 84 പോണത്. കാരണം നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ് തൊട്ട് ചേട്ടൻ ജോലി തുടങ്ങും. അപ്പോൾ ഞാൻ ചെല്ലലും ചേട്ടൻ ജോലിക്ക് പോകുന്നത് ഒരുമിച്ച് ആയതുകൊണ്ട് ഞാൻ ഒരു 10 ദിവസമെങ്കിലും മുന്നൊന്ന് പ്രെപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 10 ദിവസം മുൻപ് പോണത്. അപ്പോൾ ഉണ്ണികളായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വരാനും അവരുടെ റുട്ടീനും കാര്യങ്ങളും അവിടെ എങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാനൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഒരു 6 ദിവസം മുൻപ് പോകണത്. 90 കുറച്ച് 3 ദിവസം മുന്നേ പോകണത്. 2 പേരും ബാക്കിലുണ്ട്. ഉറങ്ങല്ല, കെടുക്കുകയാണ് വെറുതെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കരുതി ഇന്നലത്തെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കരുതി ഇങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. ഇപ്പോൾ പാക്കിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എന്താ പറയുന്നത് എനിക്ക് എന്നോട് ഞാൻ ഒരുമാതിരി ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ്. എനിക്ക് അറിഞ്ഞൂടെ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത്. അതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങോട്ട് പോകണം, അത്രയും നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലണം എന്നുള്ളത്. ചേട്ടനൊക്കെ വിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 1 year ആയി. അതുകൊണ്ട് തന്നെ അത്രയും പെട്ടെന്ന് അവിടേക്ക് എത്ര എന്നൊക്കെയാണ് മനസ്സിലാവുക. പക്ഷേ ഇപ്പോൾ പോകണ്ടാകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പിടിച്ച് നിർത്തണമുണ്ട്. സോ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം അവസാനിച്ചു. പോണോണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ പണികളും അമ്മയ്ക്ക് കൊടുത്തു കൊടുക്കുകയാണ്. കാരണം 2 ദിവസം കഴിഞ്ഞാൽ ഫുള്ള് പിന്നെ ലൈഫ് ലോങ് ഞാൻ തന്നെയാണല്ലോ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ലാസ്റ്റ് 2 ദിവസം കൂടി അല്ലേ മാക്സിമം ഒന്ന് ഫ്രീ ആവാമെന്ന് കരുതിയിട്ട് അമ്മേനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിരുന്നത്. നേരത്തേലൊരു തെറ്റ് പറ്റി. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ല അത് വേറൊരു ദിവസമാണ്. പക്ഷേ ആ ദിവസമല്ല, ആ ഒരു ദിവസം തന്നെയായിരുന്നു. ഇതായിരുന്നു ഞങ്ങൾ പോണേൻ്റെ തലേയും ദിവസം. ഇതിലാണ് ഞാൻ കുളിച്ചിട്ടില്ല എന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളായി. അപ്പോൾ വോയിസ് ഓവർ ചെയ്യണേൻ്റെ ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെയാണ്. ഉണ്ണി വേറെ ഡ്രസ്സ് മാറി കണ്ടപ്പോൾ ഞാൻ കരുതി അത് നെക്സ്റ്റ് ഡേ ആയിരുന്നു എന്ന്. ഞാൻ പിന്നെ കുളിക്കാത്തതുകൊണ്ടും ഡ്രസ്സ് മാറാത്തതുകൊണ്ടും എനിക്ക് എൻ്റെ ഇത് വെച്ചിട്ട് ഡേയ്സ് മനസ്സിലാക്കാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങൾ പോണേൻ്റെ ആക്ച്വൽ തലേ ദിവസം. അപ്പോൾ അമ്മ കടയിൽ പോയി തിരിച്ച് വന്നിട്ട് ഞാൻ എനിക്ക് കൊണ്ടുപോകാനുള്ള അല്ലറച്ചില്ല കുറച്ച് സാധനങ്ങളും അങ്ങനത്തെയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ പോണോണ്ട് തന്നെ ഒരു എന്താ പറയുക ഉപചാരപൂർവ്വം ഒരു സെൻഡ് ഓഫ് പാർട്ടി എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്സ്. അപ്പോൾ പപ്സൊക്കെ വാങ്ങി തന്നിരുന്നു. ഉണ്ണി പാവം, അവന് മാത്രം ഒന്നും മനസ്സിലാവണില്ല. ഞാൻ ആകെ ഒരു ചടഞ്ഞു കൂടി മണ്ടയിലിരിക്കുന്നുണ്ട്. കുറേ ഞാൻ ഓടി നടന്ന് ഓരോന്നൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. കുറേ പേര് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവന് ഫുൾ ഡൗട്ട് എന്താ ഇവിടെ സംഭവം എന്നുള്ളത്. പിന്നെ ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റിയാണ്. ഞാൻ പറയാറില്ല എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന ആൻറ്റിയാണ്. ആ ആൻറ്റിയുടെ വീട്ടിലെ ഗസ്റ്റാണ് അവർ. അപ്പോൾ ആ ചേച്ചി നേപ്പാളിലുള്ള ചേച്ചിയാണ്. അപ്പോൾ ഉണ്ണികളെ കാണാനൊക്കെ വന്നോടുക്കാണ്. എനിക്ക് അത്രയും നേരം ഇങ്ങനെ പോവാന്നുണ്ടെങ്കിലും ഇങ്ങനെ ആക്ച്വൽ ഫീൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് ടൈമായിട്ട് എല്ലാവരും ഇങ്ങനെ കാണാൻ വരുമ്പോൾ അയ്യോ നാളെ ഞാൻ പോവുകയാണല്ലോ അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത ഭയങ്കരമായിട്ട് വന്നു തുടങ്ങി. ഞാനങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഉണ്ണികളെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് വല്ലപ്പോഴാണ് അങ്ങനെ കുറച്ചധികം പേര് വീട്ടിലേക്ക് വരാറ്. സാധാരണ 1-2 വരാറുള്ളൂ. ഇതിപ്പോൾ എല്ലാവരും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഉണ്ണികളെ മാറി എടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഫോട്ടോ Ayo push.
അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ ലാസ്റ്റ് 3 days ബൈൻഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്, ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.